ISSD. ഇനി പഠിക്കാം, ജയിക്കാം, നയിക്കാം. വേറൊരു ഫോട്ടോ കൂടെ ഉണ്ട്, ഞാനത് സ്ക്രീനിലുണ്ട്, ഞാൻ കാണിക്കുന്നില്ല. ഇന്ന് ഒരു പ്രമുഖ പത്രത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ജവഹർ നഗറിൽ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. ആ ഫോട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഈ വാർത്ത വന്ന ഉടൻ തന്നെ അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ചിട്ട് അതൊന്ന് പരിശോധിക്കാൻ പറഞ്ഞു. അവർ രാവിലെ 7:50 അവിടെ എത്തി. വാർത്ത വന്നു, 7:30 അവർ അറിഞ്ഞ് 7:50 അവിടെ എത്തി. ജിയോ ടാഗ് ചെയ്ത ഫോട്ടോ ഈ സ്ക്രീനിലുണ്ട്, ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല. ആ വ്യക്തിപരമായിട്ട് ആർക്കും വേണമെങ്കിൽ ഷെയർ ചെയ്യാം, പത്രസമ്മേളനത്തിൽ കാണിക്കുന്നില്ല. ആ ഫോട്ടോയിൽ ആ മാലിന്യം അവിടെ ഇല്ല. ഇത് മുൻപ്, അതായത് 4 ദിവസത്തിനിപ്പുറം അത് അവിടെ ഇല്ല. അവിടെ നമ്മുടെ സംഭരണ കേന്ദ്രം നിറഞ്ഞപ്പോഴേക്കും ചാക്കിൽ കിട്ടാൻ ഫുഡ് വേസ്റ്റ് അല്ല, പ്ലാസ്റ്റിക് വേസ്റ്റ് അങ്ങനെ അവിടെ അതിന് സംഭരണ കേന്ദ്രമുണ്ട്. സംഭരണ കേന്ദ്രം നിറഞ്ഞപ്പോഴേക്കും വാഹനം വരുന്ന സമയത്തേക്ക് വരെ അതിൻ്റെ സൈഡിൽ വെച്ചിരുന്നു. അവിടെയല്ലേ വയ്ക്കാൻ പറ്റുള്ളൂ, വച്ചിരുന്നു എന്നുള്ള വസ്തുതയാണ്. വേറെ ദിവസങ്ങളില്ല. പക്ഷേ ഇന്നലത്തെ ഫോട്ടോ അല്ലത്. ജിയോ ടാഗ് ചെയ്ത ഫോട്ടോ ഇന്ന് രാവിലെ എടുത്തത് എൻ്റെ കയ്യിലുണ്ട്, IT ഓഫീസറുടെ കയ്യിലുണ്ട്. ഇതുപോലെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രിപ്പയർഡാണ്, പക്ഷേ പത്രസമ്മേളനത്തിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇന്നലത്തെ ഫോട്ടോ അല്ല, മുൻപേ ഏതോ ഒരു ദിവസം എടുത്തത് ഇപ്പോൾ വാർത്ത കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ട്. അതിന് കാരണമായത് മാധ്യമപ്രവർത്തകരുടെ പ്രശ്നമല്ല. CPM എന്നൊരു പാർട്ടി തന്നെ ഇത്തരത്തിലൊരു ക്യാമ്പയിൻ നടത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ അതിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവോ വിഷമാവാതിരിക്കാൻ വേണ്ടി അവർ കൊടുത്തു. അപ്പോൾ കൊടുത്തപ്പോൾ ഇന്നലെ അവിടെ പ്രശ്നമില്ല. അപ്പോൾ പഴയൊരു ഫോട്ടോ ആയിരുന്നു, അതെടുത്ത് കൊടുത്തു. അങ്ങനെ പരിശോധിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെർഫെക്റ്റ് സിസ്റ്റം അല്ലാത്തത് കൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അത് സിസ്റ്റം പെർഫെക്റ്റ് ആക്കുന്നവരെ ഞങ്ങൾ ഓരോ നിമിഷം, ഇന്ന് രാവിലെ സെക്രട്ടറിയായിട്ട് 1 മണിക്കൂർ ഇതിൻ്റെ ചർച്ചകൾ. എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് ഈ വിളപ്പിൽശാല ഇങ്ങനെ പ്രതിസന്ധി ഉണ്ടാക്കി കളഞ്ഞതുകൊണ്ടാണ്. അതിനെ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. നമുക്കൊരു 400 ടൺ വേസ്റ്റ് തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നത് സംസ്കരിക്കാൻ തക്ക തരത്തിലുള്ള ഒരു പ്ലാന്റ് വേണം. ആ പ്ലാന്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നം ആത്യന്തികമായിട്ട് പരിഹരിക്കും. ഞങ്ങളതിൻ്റെ പരിശ്രമത്തിലാണ്, കഠിന പരിശ്രമത്തിലാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, 2 ഗവൺമെൻറ് മാറി വരുന്ന ഒരു ഘട്ടം. ഒരു ഭരണസമിതി വരുന്നു, 3 മാസം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഗവൺമെൻറ് മാറി, പുതിയ ഗവൺമെൻറ് വരുന്നു. അതിനിടയ്ക്ക് 4 മാസത്തിനിടയ്ക്ക് 4 സെക്രട്ടറിമാരായി, 3 സെക്രട്ടറിമാരായി ഇപ്പോൾ 4 മാസത്തിനിടയ്ക്ക്. അപ്പോൾ ഉണ്ടായി വരുന്ന ചില ഭരണപരമായിട്ടുള്ള കാലതാമസമുണ്ട്. പക്ഷേ ഞങ്ങൾ വളരെ സജീവമായിട്ട് കാര്യങ്ങളുടെ മുന്നോട്ടാണ്. അത് പരിഹരിക്കുന്നതോടുകൂടി ഈ പ്രശ്നം ആത്യന്തികമായിട്ട് കറക്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സ്ഥലം ഞങ്ങളുടെ മനസ്സിൽ വരണ്ടേ. എന്നുവെച്ചാൽ ഞാൻ പറയാം, ചർച്ചയിലുണ്ട് ഫിക്സ് ചെയ്യുന്നതിന് ശേഷം കൃത്യമായിട്ട് അറിയിക്കേണ്ട സമയത്ത് നിങ്ങളെല്ലാവരെയും അറിയിച്ച് കൊണ്ടുപോകും എല്ലാവരെയും. അപ്പോൾ തിരുവനന്തപുരം പ്രശ്നം പരിഹരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പൂർണ്ണമായിട്ട് മാറ്റിയിട്ടില്ല, ഇന്നും രാവിലെ പിടിക്കുന്നുണ്ട്. മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതി പലതവണ ആലോചിച്ചിട്ടുണ്ട് നഗരസഭ. അത് സർക്കാരായിരുന്നാലും ആ കാര്യത്തിൽ എല്ലാവരും ജനുവിനായിരിക്കും നടപടി സ്വീകരിക്കുക. പക്ഷേ മേയർ പറഞ്ഞ പോലെ വിളപ്പുശാലയായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി, പരിഹരിക്കാൻ കഴിയില്ല. ഇപ്പോഴും നമ്മുടെ നഗരത്തിനകത്ത് വിവിധ സ്ഥലങ്ങളിലേക്കുള്ള മാലിന്യ സംസ്കരണത്തിന് ഒരു പ്രോപ്പർ വഴിയില്ലാന്നതിന് മേയറിനെ സംബന്ധിച്ചു. അപ്പം നമ്മൾ ഈ ബദലിനെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ എല്ലായിടത്തും വരുന്നത് എതിർപ്പാണ്. ഇപ്പോഴും തന്നെ മേയർ അത് അനുഭവിക്കുന്നുണ്ട്. അത് മറികടക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാവരുടെയും കൂടിയാലോചിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം ആലോചിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അത് നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി മേയർ ഒരു പദ്ധതി വിഷൻ എങ്ങനെയാണ്? രാഷ്ട്രീയ പാർട്ടികളോട് കൂടിയാലോചിക്കേണ്ട സമയമായിട്ടില്ല. നമുക്ക് ചില പ്രപ്പോസലിൻ്റെ അതിൻ്റെ ഒരു പ്രാഥമിക ചർച്ചകളിലാണ്. രാഷ്ട്രീയ പാർട്ടികളോട് കൂടിയാലോചിക്കേണ്ട സമയം വരുമ്പോഴേക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും വളരെ ഗൗരവമായിട്ട് കൂടിയാലോചിച്ച് ചർച്ച നടത്തി മുന്നോട്ട് പോകും. മേയർക്ക് ഒരു ആരോപണം ഉന്നയിച്ചു, അത് നമുക്ക് ബാക്കി വിവരങ്ങൾ മേയർ പറഞ്ഞ വിവരങ്ങൾ മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ. അങ്ങനെ ഒരു പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി ഈ പ്രവർത്തകരെ ഇറക്കി വിട്ട് നഗരത്തിൽ മാലിന്യം വലിച്ചെറിയാതെ സംവിധാനം ഒരുക്കുന്ന മേയറെ പോലെ ഒരു പദവിയിരിക്കുന്നതാണ് അങ്ങനെ പറയാൻ പാടില്ല. എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെയോ മെനയോ നല്ലല്ലോ പറഞ്ഞു, ഇന്നല്ലേ പറഞ്ഞത്. അല്ല, മേയർ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, തലസ്ഥാനത്തിന്റെ ആദരണീയ മേയറാണ്. അപ്പം ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, CPM അല്ലെങ്കിൽ കോൺഗ്രസോ, അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തലസ്ഥാനത്ത് മാലിന്യം വലിച്ചെറിയാൻ വേണ്ടി പ്രവർത്തകരെ നിയോഗിക്കുമെന്നൊക്കെ പറഞ്ഞാൽ എന്ന് കണ്ട അപ്പോൾ പറഞ്ഞില്ല. അതിൻ്റെ 2-3 ദിവസമുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. വരട്ടെ, നിങ്ങൾ അന്വേഷിച്ചു നോക്കും, നിങ്ങൾ മാധ്യമപ്രവർത്തകർ അന്വേഷിച്ചു നോക്കും. അല്ല, എനിക്ക് കിട്ടിയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത്. കാലാകാലങ്ങളിൽ ഈ ആമേഞ്ഞ തോടിന്റെ അവിടെ ഈ ഭിത്തി കെട്ടുന്ന ഒരു പരിപാടിയാണ് കമ്പിവേലി. പക്ഷെ അത് ലക്ഷക്കണക്കിന് ഓരോ പ്രാവശ്യം കെട്ടുന്നു, നശിച്ചു പോകും. അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായി കഴിഞ്ഞാൽ കമ്പിവേലി പലപ്പോഴും കെട്ടിയത്
കമ്പിവേലി കെട്ടിയതിനെ നെറ്റ് അറുത്തിട്ട് അവിടെ മാലിന്യം ഇടുന്നുണ്ട്. കമ്പിവേലി കെട്ടാൻ വേണ്ടി മുടക്കുന്ന പണം മാത്രം വേസ്റ്റ് ആവും. അത് അതിൻ്റെ ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത്. ഗവൺമെൻറ്റായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് കോർപ്പറേഷൻ്റെ ഉടമസ്ഥയിലുള്ളതല്ല, ഇറിഗേഷൻ്റെ ഉടമസ്ഥയിലുള്ളതാണ്. അവരുടെ പെർമിഷൻ കിട്ടേണ്ടതായിട്ടുണ്ട്. അതിന് സംസ്ഥാന സർക്കാർ ഇടപെടേണ്ടതായിട്ടുണ്ട്. പലതവണ കോർപ്പറേഷൻ്റെ പ്രോപ്പർട്ടി അല്ലല്ലോ തോട്. ആ തോടിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പെർമിഷൻ വേണമല്ലോ. അതിന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചിട്ടുണ്ട്. അടുത്ത റൗണ്ട് ചർച്ച നടന്നു വരണം. ജലസേന വകുപ്പ് മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള 2 മന്ത്രിമാർ CP ജോൺ, K മുരളീധരൻ അവരോട് സംസാരിച്ചു കഴിഞ്ഞു. അതിൽ അവർക്ക് ഏറെക്കുറെ അതിൽ ചില മന്ത്രിമാർക്കൊക്കെ തന്നെ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യണം, അതുമായിട്ട് മുമ്പോട്ട് പോകണമെന്നുള്ള വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ട്. അല്ല, അങ്ങനെ പല അഭിപ്രായമുണ്ട്. പക്ഷേ ബ്രഹ്മപുരം കേന്ദ്രീകൃത പ്ലാന്റല്ലേ ബ്രഹ്മപുരം. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ചെയ്യുന്ന കേന്ദ്രീകൃത പ്ലാന്റല്ലേ. തിരിച്ചുള്ള അഭിപ്രായമുണ്ട്. 2 തരത്തിലുള്ള അഭിപ്രായമുണ്ട്. ഹോട്ടലുകൾക്ക് മാലിന്യം സംസ്കരിക്കുവാനുള്ള പ്ലാന്റ് എല്ലാ ഹോട്ടലുകൾക്കും തിരുവനന്തപുരത്തില്ല. ഇപ്പോൾ പുതിയതായിട്ട് ചെയ്ത് തിരുവനന്തപുരത്തെ ഹോട്ടലുകൾ സ്റ്റാർ ഹോട്ടൽ വെച്ച് ബാക്കി ഏറെക്കുറെ എല്ലാം തന്നെ വർഷങ്ങളായി പഴക്കമുള്ള ഹോട്ടലുകളാണ്. അതിൽ പലത്തിലും ബിൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോഴേക്കും കൊടുത്തിരിക്കുന്ന പെർമിഷൻ പൂർണ്ണമായിട്ടും നിയമവിധേയമായിട്ടുള്ളതൊന്നുമല്ല. പലതിനും അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷനൊക്കെ പല സ്ഥലങ്ങളിലുണ്ട്. അതൊന്നും പെട്ടെന്ന് പോയിട്ട് എല്ലാം ഇടിച്ചു പൊളിച്ചു മാറ്റാൻ സാധിക്കില്ല. അവിടെയൊന്നും പുതിയ പ്ലാന്റ് തുടങ്ങാനുള്ള സിസ്റ്റവും ഇല്ല. പുതിയതായിട്ട് ചെയ്യുന്ന ഹോട്ടലുകൾക്ക് അതിൻ്റെ വലിപ്പം അനുസരിച്ച് നിയമവിധേയമായിട്ട് പ്ലാന്റ് വേണമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആവശ്യപ്പെടാം. പക്ഷേ പതിറ്റാണ്ടുകളായി ചെയ്തു പോയ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ നമുക്ക് പരിമിതികൾ ഒരുപാടുണ്ട്. അവിടെ നിന്ന് മാലിന്യം കളക്ട് ചെയ്ത് മാറ്റാൻ പറ്റുന്നത്. പക്ഷേ കോർപ്പറേഷൻ്റെ അംഗീകൃത ഏജൻസികളുണ്ട്. അവർ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് പോലെ നമുക്കൊരു 10-20 ടൺ സംസ്കരിക്കാനുള്ള പ്ലാന്റ് നമുക്കുണ്ട്. കല്ലടി മുഖത്തൊരു പ്ലാന്റ് ഒരുവിധം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അതിനെ കൃത്യമായിട്ട് പരിപാലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ബാക്കിയെല്ലാം തന്നെ അവർ ശേഖരിച്ച് പിഗ് ഫാമുകളിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സെൻട്രലൈസ്ഡ് പ്ലാന്റ് വരുന്നതുവരെ നമുക്ക് ആ സിസ്റ്റം മാറ്റാനും സാധിക്കില്ല. അപ്പോൾ അംഗീകൃത ഏജൻസി കൊടുത്താൽ കുഴപ്പമില്ല. അവരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവരുടെ റെഗുലറായിട്ട് മീറ്റിംഗ് നടത്തുന്നുണ്ട്. കോർപ്പറേഷൻ്റെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അവർ ആൻസറബിൾ ആണ്. പക്ഷേ ഈ ഫോട്ടോ കാണിച്ചതുപോലുള്ള കഥാപാത്രങ്ങളുണ്ട്. വടിവാളും വെട്ടുകത്തിയുമായിട്ട് കടകളിൽ നിന്ന് മാലിന്യം വാങ്ങി. അപ്പോൾ ഇവർക്ക് ഈ അംഗീകൃത ഏജൻസി കൊടുക്കുന്ന റേറ്റ് കൊടുക്കണ്ട. ചെറിയ പൈസയുടെ ലാഭത്തിന് വേണ്ടിയാണ് ഈ മാഫിയകൾ ചെയ്യുന്നത്. വെളുപ്പിനൊരു 4-5 മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ മതി. 3-4 മണിക്കൂർ ലക്ഷക്കണക്കിന് രൂപ മാസം കിട്ടുകയും ചെയ്യും. പിന്നെ പകലൊക്കെ അവർക്ക് ഇഷ്ടമുള്ള മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് നടക്കില്ല. അതിന് ശക്തമായ ആക്ഷൻ. ഇന്നലെ തമിഴ്നാട്ടിൽ നിന്നിലോട്ട് രക്ഷപ്പെട്ട ആളിനെ പിടിച്ചല്ലോ. പിടിച്ചവരെയൊക്കെ റിമാൻഡ് ചെയ്യുന്നുണ്ടല്ലോ. കൃത്യമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു സംശയവും വേണ്ട, ഒരു മാഫിയയും തിരുവനന്തപുരത്ത് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വിളയാടാൻ അനുവദിക്കില്ല.